നമസ്കാരം. ഭാരത് ലീവിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടിയ പേര് അഖിലിന്റേതായിരുന്നുവെന്നും അന്നത് നടന്നിരുന്നുവെങ്കിൽ ഇതിലും നല്ല ഫലമുണ്ടായേനെയുമെന്നും VM സുധീരൻ. പിന്നീട് നടന്ന ചരടുവലികളിൽ ആ നിർദ്ദേശം നടപ്പായില്ലെന്നും എന്നാൽ അന്ന് അത് നടന്നിരുന്നുവെങ്കിൽ ഇതിലും നല്ല ഫലമുണ്ടായേനെയുമെന്നും VM സുധീരൻ പറയുന്നു. ഷാഫി പറമ്പിൽ എംപിക്കും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെയുള്ള ഒളിയമ്പാണ് VM സുധീരന്റെ ഈ വെളിപ്പെടുത്തൽ. ഉമ്മൻചാണ്ടി വെല്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയത്ത് 2023 സംഭവങ്ങളുടെ തുടക്കമെന്ന് VM സുധീരൻ വ്യക്തമാക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട KM അഭിജിത്ത്, JS അഖിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ പേരുകളുമായി അന്ന് ഷാഫി പറമ്പിലും ബെന്നി ബെഹനാനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ചിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടിയ പേര് JS അഖിലിന്റേതായിരുന്നു. ഇക്കാര്യം വ്യക്തമാക്കി ഒരു പേരിൽ അദ്ദേഹം മാർക്ക് ചെയ്തു നൽകിയിരുന്നുവെന്നാണ് വിവരം. എന്നാൽ പിന്നീട് നടന്ന ചരടുവലികളിൽ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം നടപ്പിലായില്ല. ഈ വിഷയത്തിൽ അന്ന് തന്നെ പാർട്ടിക്കും ഗ്രൂപ്പിനുമുള്ളിൽ ഭിന്നത വഴിവെച്ചിരുന്നു എന്നാണ് വിവരം. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ എന്ന നിലയിലായിരുന്നു ഷാഫി പറമ്പിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ നിർണായക സമയത്ത് ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾക്കപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഗണിച്ചു എന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവികാരമെന്നും VM സുധീരൻ കൂട്ടിച്ചേർക്കുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടം സ്ത്രീ വിഷയത്തിൽപ്പെട്ടതോടെ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് ഇപ്പോൾ ഷാഫി പറമ്പിലാണ്. രാഹുൽ മാങ്കൂട്ടത്തെ ഈ നിലയിലെല്ലാം കൊണ്ടു നടന്നത് ഷാഫി പറമ്പിലാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത്. ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പുകാരനായിരുന്നിട്ട് കൂടി, ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ എന്ന നിലയിലായിരുന്നിട്ട് കൂടി അവസാന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ പോലും വിശ്വാസത്തിലെടുക്കാതെ, ഉമ്മൻചാണ്ടിക്ക് സുഖമില്ലാതിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിക്ക് വില നൽകാതെ, ഉമ്മൻചാണ്ടി പറഞ്ഞ ആളെ ആക്കാതെ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയെ എതിർക്കുന്നതിനും തള്ളിപ്പറയുന്നതിനും തുല്യമായിരുന്നു. ഉമ്മൻചാണ്ടി അസുഖബാധിതനായതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നും വ്യക്തമായി തന്നെ ഷാഫിക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്റെ വിശ്വസ്തനെ അവിടേക്ക് അവരോധിക്കുക എന്നതായിരുന്നു ഷാഫി പറമ്പിൽ ചെയ്തതെന്ന് വ്യക്തമാകുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മൗനാനുവാദം ഷാഫി പറമ്പിലിന് ഉണ്ടായിരുന്നുവെന്നും എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇപ്പോൾ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ചെയ്യാവുന്ന നടപടി ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാൻ ഇപ്പോഴും ഷാഫി തയ്യാറായിട്ടില്ല. രണ്ടുപേരും തമ്മിൽ നടത്തിയിട്ടുള്ള കൂട്ടുകച്ചവടത്തിന്റെ സാധ്യതകൾ പുറത്തു വരുമെന്ന് ഭയന്നാണോ എന്ന് പോലും ഇപ്പോഴും വ്യക്തമല്ല. ഏതായാലും ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയെ ചതിക്കുകയായിരുന്നു എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. JS അഖിൽ എന്ന ചെറുപ്പക്കാരൻ വളരെ മാന്യനും സംസ്കാര സമ്പന്നനുമായ ഒരു ചെറുപ്പക്കാരനാണ് എന്ന് കോൺഗ്രസ് വൃത്തങ്ങളിൽ തന്നെ വ്യക്തമായും എല്ലാവർക്കും അറിയുന്നതാണ്. ഇത്തവണ ഒരുപക്ഷെ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ള ആളുമാണ്. ഏതായാലും ഈ ഒളിയമ്പുകൾ VM സുധീരൻ നെയ്യുമ്പോൾ അത് തറയ്ക്കുന്നത് ഷാഫി പറമ്പിലേക്ക് തന്നെയാണെന്ന കാര്യത്തിലും സംശയം ലെവലേശം വേണ്ട. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പ്രശ്നങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം സജീവ സാന്നിധ്യമായി എന്നും ഉണ്ടായിരുന്നത് തീർച്ചയായും ഷാഫി പറമ്പിൽ തന്നെയാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിക്കാനുള്ള നിർണായക തീരുമാനമെടുത്തതും ഷാഫി പറമ്പിൽ തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. താൻ മാറുന്ന സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിച്ച് MLA ആക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നതും അത് കാരണം പാർട്ടി വിട്ടുപോയത് സരിനും ഒക്കെ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം നടക്കുമ്പോഴും ഷാഫി പറമ്പിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തനായി തന്നെ തുടരുകയാണ് എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട.